അവന്റെ കട പൊളിക്കും. പക്ഷെ ഇപ്പോഴല്ല, ഇനി ഒരുപാട് വർഷം എടുക്കും. ഇപ്പൊ ഉടനെ ഒന്നും വരൂല. മൊയ്തോ, ഇപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചോ. ശീതളിനെ വിളിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരെന്തോ മന്ത്രിക്കുള്ള ഒരു പൗരസ്വീകരണമൊക്കെ ഇവിടെ നടത്തണം വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് പൗരസമിതിക്കാര് അങ്ങനെ എന്തോ പരിപാടി പ്ലാനിങ് ഉണ്ട്. ഉണ്ട്. അപ്പോ അത് നടന്നോട്ടെ, അത് നമ്മൾ നോക്കണ്ട. പക്ഷെ പ്രതിപക്ഷ നേതാവ് ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ റെയിൽവേ മേൽപ്പാലം വരുന്നതിനെതിരായിട്ട് ഒരു പ്രക്ഷോഭം തന്നെ നമുക്ക് ഇവിടെ നടത്താൻ പറ്റും. ഇത് വന്നാലുണ്ടാവുന്ന ഭവിഷ്യത്തുകളൊക്കെ ഉണ്ടല്ലോ കുറെ. അത് ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ കുറെ പേര് നമ്മളെ കൂടെ നിൽക്കും. അല്ല, എന്തായാലും അങ്ങനെയൊക്കെ ഇതിനെ തടയാൻ പറ്റൂ. ഉണ്ടാക്കണം. അതേ വരണം. അതിന് ഈ കരഞ്ഞോണ്ടിരുന്നത് നടക്കില്ല. പെറ്റു വിഷമില്ലേ? അപ്പൊ ആ റെയിലിന്റെ അടുത്ത് കിടക്കുന്ന എന്റെ സ്ഥലം പോകും. ഇങ്ങനെ മന്മഥന്റെ വിഷമം പോലെയാണ് എന്റെ വിഷമം. ഞാൻ ആ ഒരു ചെറിയ പീടി കൊണ്ട് കഴിഞ്ഞു കൂടുന്ന ആളല്ല, അതുകൊണ്ടാണ്. ഇനിയിപ്പോ അഥവാ അങ്ങനെ അത് പോണെങ്കിൽ എന്റെ പീടികയിൽ എനിക്ക് ജോലി തരാം. പ്രശ്നം തീർന്നില്ലേ? പോരെ? ഇല്ല, അതിപ്പോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം. പാക്കന്തറ റെയിൽവേ മേൽപ്പാലം വരൂല്ല, നിന്റെ കട പൊളിക്കൂല. അത് എന്റെയും കൂടി ആവശ്യം. പിന്നെ എന്തിനാടോ പറയണത്? അത് ചിരിക്കുക. പലവരും ചൊന്നിട്ടോ, നടപ്പിലാകാം മേൽപ്പാലോ, നടപ്പിലാകാം മേൽപ്പാലോ. നേടിത്തന്നൊരു നേതാവേ, നേടിത്തന്നൊരു നേതാവേ. വന്നല്ലോ നടപ്പേൽപ്പാലം വന്നല്ലോ. പ്രിയമുള്ളവരെ, അനുമോദന സമ്മേളനം ആരംഭിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ ചിരകാല സ്വപ്നമായിരുന്ന പാക്കുന്തറ റെയിൽവേ മേൽപ്പാലത്തിന് ഫണ്ട് അനുവദിച്ചു തന്ന ആദരണീയനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ AK സുഗതൻ സാറിനെ ഹാരമണിയിച്ച് സ്വീകരിക്കുന്നതിനായി നമ്മുടെ സീനിയർ സിറ്റിസൺ സുമേഷ് ഏട്ടനെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ഒരുപാട് കാലത്തെ അഭിലാഷമാണ് പാക്കുന്തറ മേൽപ്പാലം. നമ്മൾ പ്രതിപക്ഷത്തായിരുന്നപ്പോ ഈ പാക്കുന്തറ മേൽപ്പാലം, റെയിൽവേ മേൽപ്പാലത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്, ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോ ജനങ്ങൾ വിശ്വസിച്ച് അധികാരം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. അപ്പൊ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പാർട്ടിയുടെ കടമ. അതുകൊണ്ട് തന്നെ നമ്മൾ അധികാരത്തിലെത്തിയപ്പോൾ ആദ്യം തീരുമാനിച്ചത് ലെവൽ ക്രോസ് മുക്ത കേരളം. കേരളത്തിന് ഒരു സ്ഥലത്തും ഇനി റെയിൽവേ ഗേറ്റ് ഇല്ല. നമ്മൾ പാലം പണി. യുദ്ധകാല അടിസ്ഥാനത്തിൽ പാക്കുന്തറ റെയിൽവേ മേൽപ്പാലത്തിന്റെ പ്രവർത്തനം ആരംഭിക്കും, പണി തീർക്കും, നമ്മുടെ ആശയും അഭിലാഷവും നിറവേറും എന്ന് ഞാൻ പറയുന്നത്. അഭിവാദ്യങ്ങൾ, 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 സുഗതൻ മന്ത്രിക്ക് അഭിവാദ്യങ്ങൾ. ലെവൽ ക്രോസ് മുക്ത കേരളം എന്ന പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി 288,48,00,000 രൂപയാണ് നമ്മൾ വകമാറ്റിയിട്ടുള്ളത്. യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി ഇസ്കിയിൽ നിന്നും നമ്മൾ തുക കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പു തരുന്നു, ഒരു വർഷത്തിനുള്ളിൽ
ഒന്നല്ല 2-3 വർഷമായാലും ശരി, ഇടയ്ക്ക് നിർത്തുന്ന പരിപാടിയില്ല. ഉടൻ തന്നെ നമ്മൾ റെയിൽവേ പാലത്തിന്റെ പണി തുടങ്ങുന്നു. നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു. നിങ്ങളുടെ സുഗമമായ യാത്രയ്ക്ക് വേണ്ടി തുടങ്ങുന്ന ഈ പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്ന് വീണ്ടും ഉറപ്പ് നൽകിക്കൊണ്ട്, നിങ്ങൾക്കൊപ്പം കേരള സർക്കാർ ഉണ്ടെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജീവിച്ചങ്ങനെ പോകുമ്പോൾ കാലം നെഞ്ചിൽ കേട്ടാൻ വന്നാൽ പണിയും ഞങ്ങൾ കട്ടായം. വേണ്ട വേണ്ട മേൽപ്പാലം, വേണ്ട പ്രിയമുള്ള വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാടിൻ്റെ തനത് സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്ന, അതോടൊപ്പം തന്നെ ഒരു വലിയ വിഭാഗം ജനതയുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുന്ന ഈ റെയിൽവേ മേൽപ്പാലത്തിന്റെ പണി, അതിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ ധർണ നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യുകയാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളു. പ്രിയമുള്ള വ്യാപാരി വ്യവസായി സമിതി അംഗങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മുഴുവൻ വ്യാപാരികളെയും അവരുടെ ജീവിതത്തിൽ അവരുടെ കഞ്ഞിയിൽ പൂഴി വാരിയിടുന്ന ഒരു പദ്ധതിയാണ് ഇത് എന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പരിസരവാസികളായിട്ടുള്ള മുഴുവൻ വ്യാപാരികളെയും കഷ്ടപ്പെടുത്തിയിട്ട് ആർക്കാണ് ഇത്ര വേഗത്തിൽ പോകേണ്ടത്? അങ്ങനെ പോകാനുള്ളൊരു തന്നെ വിമാനത്തിലും പോട്ടെ. അല്ലാതെ ഈ പാവപ്പെട്ട ഈ വ്യാപാരികളുടെ അവരുടെ കഞ്ഞിയിൽ പൂഴി വാരിയിട്ടിട്ട് അങ്ങനെ ആരും ഇത്ര ധൃതിയിൽ പോകണ്ട എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇവിടെ തൊട്ടടുത്ത് വെള്ളം പോകുന്നതിന് വേണ്ടിയുള്ള ഒരു കലിങ്ക് ശരിയാക്കാൻ നമ്മൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. കാരണം അതിന് ലാഭമില്ല, യാതൊരു വിധത്തിലുള്ള ലാഭവുമില്ല. അപ്പൊ ലാഭം കിട്ടുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ട് അത് നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് ഇവിടെ ചില ആളുകളുടെ താല്പര്യം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നത്. ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇതൊരു വലിയ ധർണയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ഇതൊരു വലിയ സമരത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അതിനോടൊപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. തൽക്കാലം ഞാൻ ഈ വേദിയിൽ നിന്ന് വിടവാങ്ങുന്നു. അതിനു മുൻപായിട്ട് ഈ ധർണ നിങ്ങളെവരുടെയും സമ്മതത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും.